ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാറ് കിടക്കണ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുക കേട്ടോ ദേവിക്ക്. നാശം പിടിക്കാനായിട്ട് ഇതിനെ ഒന്ന് ഇവിടുന്ന് കളയാൻ ഒരു വഴിയില്ലേ ദൈവമേ. എനിക്ക് വയ്യ, അത് കണ്ടിട്ട് എനിക്കങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞു നിൽക്കുമ്പോഴാണ് ബാലൻ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് കേട്ടോ. ബാലച്ചനെ കാണുന്നത് ഓടി അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, ബാലച്ച ഇതിനൊരു തീരുമാനമായില്ലേ? എന്താ മോളെ? അല്ല, ഈ കാർ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതേ നമ്മുടെ അന്തസ്സിനൊരു ദോഷമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ബാലനാണെങ്കിൽ ഒരു ദേഷ്യം വരുന്നുണ്ട് കാറിനെ കുറിച്ച്. എന്നാൽ ദേവി പറഞ്ഞു കൊടുക്കുകയാണ്, അതെ നമുക്കിത് നമ്മുടെ ബാലച്ചൻ്റെ അന്തസ്സിനും ഒക്കെ ഇത് നാണക്കേടാണ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, സ്ത്രീധനം കിട്ടിയതുപോലെ എന്നെല്ലാം ഇങ്ങനെ പറയുക കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കിനും ബാലൻ ആദ്യം ഒന്ന് സമന്വയിപ്പിച്ച് പറയുന്നുണ്ട്, മോളെ ഇത് മീനാക്ഷിയുടെ അവിടെ നിന്ന് അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തതല്ലേ, കുറച്ച് അവരെ കിടന്നോട്ടെ, അതെന്തായാലും 2 ദിവസം കഴിയുമ്പോൾ അവരത് മാറ്റിക്കോളൂ എന്ന് പറയാം. 2 ദിവസം ഒന്നും അങ്ങനെ പറയണ എന്നെ മിച്ചം, ഇത് ആകാശം അങ്ങനെയൊന്നും മാറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ബാലന് എന്തെങ്കിലും ഇത്തിരി മതിയല്ലോ. അതും കേട്ടും കൊണ്ട് ചാടി തുമ്മിച്ച് നേരെ നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് വന്ന് പറയുക കേട്ടോ. അപ്പോൾ ഗോമതി ചോദിക്കണേ, എന്താ ബാലേട്ടാ കാര്യം? അല്ല, ഞാൻ പറഞ്ഞതിൽ എന്താ ഒരു മാറ്റം ഇല്ലാത്തത്? ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിന് കാറിന് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന്, എന്താ അവൻ അനുസരിക്കാത്തതെന്ന് ചോദിക്കാം കേട്ടോ. ബാലേട്ടാ അതൊക്കെ ചെയ്യാം. ശരി, ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാമല്ലോ. ശരി ബാലേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഗോമതി അങ്ങനെ ബാലനെ ഒരുവിധം സമാധാനിപ്പിക്കാം. ഈ സമയത്ത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ നമ്മുടെ ആകാശിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആകാശ്, കാർ അവിടെ വന്നുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അച്ഛാ. പിന്നെ അതിനെ ഞാനൊരു ഡ്രൈവറെ എത്രയും വേഗം ഞാൻ ശരിയാക്കി തരാം കേട്ടോ. വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ആ കാറ് അവിടെ ആനന്ദിനെയോ ആര്യനെ കൊണ്ടോ ഒന്നും തൊടിയിക്കരുത് കേട്ടോ, അവരാരും ഓടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആകാശം വല്ലാതെ ആവുകയാണ്. പിന്നെ അങ്ങേര് പറഞ്ഞു കൊടുക്കുകയാണ്, അതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്, ഒരു കാറാകുമ്പോഴത്തേക്കും പലരും കൈകാര്യം ചെയ്യുമ്പോഴേ അതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ മോൻ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, ഞാൻ നടത്തിത്തരും. ശരി അച്ഛാ, എൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മോൻ ഈ കടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നിർത്തണം കേട്ടോ, അവിടെ തിരക്കും കാര്യങ്ങളും അല്ലേ, ഞാനിനി അവിടെ വന്ന് മോനെ കണ്ടോളാം. അങ്ങനെയൊന്നുമില്ല, അതിന് എനിക്കൊരു തിരക്കുമില്ല, അച്ഛൻ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ശരി മോനെ, പിന്നെ അവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മോനെ ഇനി വന്നാൽ മതി കേട്ടോ, ഞാനിവിടെ എല്ലാം ചെയ്ത് തന്നോളാം എന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ. അപ്പോൾ തന്നെ മീനാക്ഷിയുടെ അമ്മ അയാളോട് ചോദിക്കുന്നുണ്ട്, അതെ എന്തിനാണ് ഇപ്പോൾ വിളിച്ചത്? അല്ല, എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ആകാശിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അതാണ് എൻ്റെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു കാറിൻ്റെ പേരും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവണമെന്നാണ് എൻ്റെയും ആഗ്രഹം. നടക്കുമോ? അതൊക്കെ നടക്കും, ഞാൻ കൊണ്ടുവരും ഇവിടെ ആകാശിനെ മീനാക്ഷി എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബാലൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ആ ഹോസ്പിറ്റലിൽ നമ്മുടെ മിഥുനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഡോക്ടറെ, ഞാൻ ഇന്നലെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നില്ലേ, അതൊക്കെ പയ്യനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവന് എന്തായാലും സമയത്തിന് ഇവിടെ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു, പക്ഷേ പഴയ പോലുള്ള ഇതൊന്നും ആയിട്ടില്ല, ഒരു കോമാ സ്റ്റേജിലാണ് പുള്ളിക്കാരൻ കിടക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ ബാലൻ പറയണം, അതെ ഞാനിങ്ങനെ അതുവഴി വന്നപ്പോൾ ജസ്റ്റ് കണ്ടതാണ് ഇങ്ങനെ, ആദ്യം ഞാൻ വിചാരിച്ചു ആൾ തീർന്നു പോയെന്ന്, പിന്നീട് ചെറിയൊരു അനക്കം പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഇവിടെ എത്തിച്ചത്. എന്തായാലും ഇതുപോലുള്ള നല്ല മനുഷ്യർ ലോകത്തുള്ളത് വളരെ നല്ലതാണ്. പലരും ഇതൊക്കെ കണ്ടാൽ മൈൻഡ് ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ ഓരോന്നിനും തൂങ്ങിക്ക് പിടിച്ച് പോലീസ് കേസ് അതിൻ്റെ പുറകെ നടക്കണം, അതുകൊണ്ട് അവരിതൊന്നും ചെയ്യാത്ത. എന്നാലും താങ്കളെ പോലുള്ളവർക്ക് ഒരാളിന് ഇത് തോന്നിയല്ലോ എന്ന് ബാലനെ ഇങ്ങനെ പൂഴ്ത്തി പറയാട്ടോ. അപ്പോൾ ബാലൻ ചോദിക്കണം, ഡോക്ടറെ ശരിക്കും എന്താവും സംഭവിച്ചത്? ഇയാൾ ആരെങ്കിലും തല്ലിയതാവോ അതുപോലെ ആക്സിഡൻ്റ് ആവോ? പക്ഷേ ഡോക്ടർ പറയാനുണ്ട്, എൻ്റെ ബലമായ സംശയം ആരുമായിട്ട് പിടിവലി കൂടിയിട്ടുള്ളതാണ്, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ ഇതെന്തായാലും അങ്ങനെയാണെങ്കിൽ ആ പാവമില്ല ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് കേസ് ആക്കണ്ടേ? പിന്നെ ആക്കണ്ടേ, ഞാനത് ഉറപ്പായിട്ടും അറിയിച്ചിട്ടുണ്ട് സ്റ്റേഷനിൽ എന്ന് ഡോക്ടർ പറയാട്ടോ. പിന്നൊരു കാര്യം, പോലീസ് വന്നു കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും, കയറി ഇറങ്ങേണ്ടിയൊക്കെ വരും, സമ്മതമാണല്ലോ എന്ന് ബാലനോട് ചോദിക്കാട്ടോ. അപ്പോൾ ബാലൻ പറയണം, അതിനൊന്നും എനിക്കൊരു മടിയില്ല സാറേ, ഞാൻ സത്യസന്ധനായിട്ടുള്ളൊരാളാണ്, ഞാൻ എന്താ കണ്ടത്, അവിടെ ഞാൻ എന്താ ചെയ്തത്, ഇതെനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ല. തെറ്റ് ചെയ്തവർക്കല്ലേ സാറേ പേടിക്കേണ്ടതുള്ളൂ. അത് ശരിയാ, പക്ഷേ നിങ്ങളൊരു നല്ല മനുഷ്യനാട്ടോ. എന്തായാലും സാർ ഞാൻ അയാളെ ഇവിടെ കൊണ്ടുവിട്ടത് ഞാനൊന്ന് കണ്ടോട്ടെ. ഇപ്പോൾ എന്തായാലും വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കുന്നതല്ല, എന്നാലും താങ്കളല്ലേ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ട് താങ്കൾക്ക് മാത്രമായിട്ടൊന്ന് കാണാം എന്ന് പറയട്ടാ. അങ്ങനെ നേരെ അകത്തേക്ക് വരാം കേട്ടോ. വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട് നമ്മുടെ മിഥുൻ. അപ്പം എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇതിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ തുടർന്ന് പോകുന്നതെന്ന് അറിയാൻ വയ്യ, എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ കിടക്കേണ്ടി വരും. സാരമില്ല,
ഞാൻ എന്തായാലും ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം സാറെന്ന് പറയുന്നത് ആരാ എന്താണെന്നൊന്നും എനിക്കും അറിയത്തില്ല. എന്തായാലും ചികിത്സയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊക്കോട്ടെ നടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അവിടുന്ന് നേരെ ബാലൻ കടയിലേക്ക് പോവാണ്. വീട്ടിൽ മിത്ര പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്ന് വലിയ മുറിക്കകത്തുനിന്ന് ഇറങ്ങുന്നേ ഇല്ല. അങ്ങനെ അത് ഭയങ്കര സംശയമാണല്ലോ നമ്മളെ മീനാക്ഷിക്ക്, ഈ മിത്രയ്ക്ക് എന്താ പറ്റിയെന്നുള്ളത്. അങ്ങനെ വീണ്ടും മിത്ര ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷി വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ കാറ് കിടക്കുന്നുണ്ടുള്ള പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. ഇനി ആകാശമാണെങ്കിൽ ഞാൻ പറയണതൊന്നും കേൾക്കണമില്ല. പഴയ പോലെ അല്ല. ഇപ്പോൾ ആകാശമാണെങ്കിൽ അച്ഛനോടാണെങ്കിൽ എപ്പോഴും തർക്കുത്തരം പറയാൻ തുടങ്ങി ആര്യനെ പോലെയൊക്കെ. ഇനി അത് ഈ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുത്തും എന്നിങ്ങനെ പറയുമ്പോൾ സാരമില്ല, അതൊക്കെ പോട്ടെ, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ശരിയാക്കി എടുക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയാട്ടോ. എന്നിട്ടാണ് മിത്രയ്ക്കൊന്നും ശ്രദ്ധിക്കാനേ പറ്റണില്ല. എന്താ മോളെ നിനക്ക് ഇത്ര വിഷമം? ഞാൻ എപ്പോഴും ചോദിക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞൂടെ? ഈ വീട്ടിലെ 2 മരുമക്കളല്ലേ നമ്മൾ. പിന്നെ അതുമാത്രമല്ല, മരുമക്കൾ മാത്രമാണോ, നമ്മൾ കൂടപ്പിറപ്പുകളല്ലേ, നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാമല്ലോ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ മിത്ര പറയുന്നുണ്ടോ, ഒന്നുമില്ല ചേച്ചി, അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും എനിക്കില്ല, ഉണ്ടെങ്കിൽ ഞാൻ മീനാക്ഷി ചേച്ചിയോട് തുറന്നു പറയാം എന്ന് പറയാം. എന്നിട്ട് മീനാക്ഷിക്ക് തിരിച്ച് സമാധാനം കൊടുക്കുന്നുണ്ട്, ചേച്ചിയും വിഷമിക്കാതെ, ഈ വീട്ടിലെ ഏറ്റവും നല്ല ഒരു ആദ്യം വന്ന മരുമകളല്ലേ, അപ്പോൾ ചേച്ചി തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോവേണ്ടത്, മനോധൈര്യമൊന്നും കൈവിടരുത്. അങ്ങനെ ആകാശേട്ടനോട് വേണമെങ്കിൽ ഞാൻ സംസാരിച്ചോളാം എന്ന് മിത്ര പറയാം. അയ്യോ വേണ്ട വേണ്ട, ആകാശിനെ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ തന്നെ സംസാരിക്കണേലും നല്ലത് എന്ന് മീനാക്ഷി പറയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആകാശ് വരുന്നത് കേട്ടോ. അപ്പോൾ മിത്ര പറയാം, ആഹാ ആകാശേട്ടൻ വന്നല്ലോ, ഞാൻ മനസ്സിൽ വിചാരിച്ച ഉടനെ വന്നു, എന്താ കാര്യം എന്നെപ്പറ്റി പറയാനായിട്ട്? നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി, കാറിൻ്റെ കാര്യമായിരിക്കും അല്ലേ മിത്ര പറയാൻ വരുന്നത്. അപ്പോഴാണ് ആര്യന് വന്നു കേട്ടോ. അപ്പോൾ ആകാശ് പറയാം, എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒരു കാറ് കാരണം ഞാൻ എന്തോ വലിയ അപവാദം തെറ്റ് ചെയ്തതുപോലെയാണല്ലോ നിങ്ങളെല്ലാവരും കൂടെ എന്നിങ്ങനെ ക്രൂശിക്കുന്നത്. അതവിടെ കിടക്കുന്നുണ്ട്, എന്താ കുഴപ്പം? എടാ ആര്യ, നീ പറ, അവിടെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? നീ തന്നെ ആലോചിച്ച് നോക്കുമെന്ന് പറയാട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആകാശ് വീണ്ടും ഇങ്ങനെ വിഷമത്തോടു കൂടി തന്നെ ആര്യനോട്. അപ്പോൾ ആര്യം പറയണ, ഏട്ടൻ്റെ സ്റ്റാൻഡ് എന്താ, അതിലങ്ങ് ഉറച്ച് നിൽക്കുക, ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന രീതി, ഇല്ലാതാക്കുന്ന രീതി അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അച്ഛൻ്റെ സ്വഭാവം കാര്യങ്ങളും അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണം. അല്ലാണ്ട് എനിക്ക് ഈ കാർ ഇവിടെ വന്നതിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറയാം കേട്ടോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതെങ്ങനെയെന്ന് വെച്ചാൽ ചേട്ടൻ തന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നു. അപ്പോൾ ആ സമയം നമ്മുടെ ദേവി വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ. വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാറിൻ്റെ കാര്യം തന്നെ അവിടെ പോയി പറയാം, എനിക്കൊരു കാറ് മേടിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ശ്രീകലയും ഉദയഭാനും കൂടെ പറയാം, എടി നീ ഇത്ര മന്ദബുദ്ധി ആയിപ്പോയല്ലോ, നീ ഇവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിതൊന്നും വാങ്ങിച്ചു തരാനുള്ള കപ്പാസിറ്റിയും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നീ ഒരു കാര്യം ചെയ്യും, നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിൽക്കണം. നിനക്ക് നമ്മൾ തന്ന ഏറ്റവും വലിയൊരു സ്വത്താണ് നിൻ്റെ വിവാഹം, അത് നീ അവിടെ പിടിച്ച് നല്ല രീതിയിൽ നിൽക്കണം, അതാണ് വേണ്ടതെന്ന് ഞാൻ വീണ്ടും ഞാൻ പറയാം നിന്നോട്. ആ കാർ എങ്ങനെയെങ്കിലും അവിടുന്ന് എടുത്ത് കളയാത്ത രീതിയിൽ സംസാരിച്ച് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോവേണ്ട നീയാണ് എന്നിങ്ങനെ ഉപദേശം കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഉദയഭാനു പരസ്പരം സംസാരിക്കുന്നുണ്ട് ശ്രീകലയോട്. ശ്രീകല പറയണ, പാവം അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എടി അവൾ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവളവിടെ സുഖമായിട്ട് ജീവിക്കുകയല്ലേ, ഇതിലും വലുത് വേറെ എന്ത് വേണം? അല്ലെങ്കിൽ തന്നെ അവൾ അവളുടെ സ്വന്തമാണ്, ഇവിടുന്ന് എല്ലാം സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവൾ ചെന്ന് പേടിച്ച് കരഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? അവളത് മനസ്സിലാക്കിക്കോളും എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഈ കാറിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അവൾ എങ്ങനെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊക്കെ തടസ്സപ്പെടുത്തേണ്ട അവളുടെ ബുദ്ധി പോലെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. ഇതിനിടയിൽ കൂടെ നമ്മുടെ മിത്രയുടെ വെപ്രാളവും പേടിയും കണ്ടിട്ട് ആര്യന് നല്ല വഴക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചുമ്മാ പേടിക്കരുതെന്നും പറഞ്ഞ്. അങ്ങനെ മിത്രയും കൊണ്ട് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവാം. അവിടെ ചെന്ന് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു കഴിയുമ്പോൾ മിത്രയുടെ മനസ്സൊന്ന് തണുക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ മിത്രയും കൊണ്ട് അങ്ങോട്ട് പോവാട്ടോ. ആശുപത്രിയിൽ നിന്ന് നേരെ കടയിലെത്തിയ ബാലൻ ഇരിക്കുകയാണ്. ബാലൻ വന്നപ്പോൾ തന്നെ രാമേട്ടനോട് പറഞ്ഞുകൊണ്ട്, രാമേട്ടാ ഇന്നലെ എൻ്റെ വീട്ടിലൊരു സന്തോഷ വാർത്ത ഉണ്ട് നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ പറഞ്ഞിരുന്നു ഒരു സന്തോഷം ഉണ്ടെന്ന്. അത് എന്താണെന്നറിയോ, പുതിയൊരു കാറ് വന്നിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ രാമേട്ടന് സന്തോഷമായി കേട്ടോ. പക്ഷേ അത് 2 ദിവസത്തിനൊക്കെ അത് അവിടെ നിന്ന് മാറ്റിയിരിക്കണം, ഇല്ലെങ്കിലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് പറയാട്ടോ ആകാശ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ഒരു കാറുള്ളത് നല്ലതല്ലേടാ ബാല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത് നല്ലതല്ലേ എന്ന് പറയാം. അത് നല്ലതൊക്കെ തന്നെ, പക്ഷേ അത് കണ്ടവൻ്റെ ഓസിനല്ല അത് കാണിക്കേണ്ടത്, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കാശിനുണ്ടാക്കണം, അതാണ് അന്തസ്സ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇതിനിടയിൽ കൂടെ ധർമ്മം പറയണ്ട, അളിയനൊന്നും മിണ്ടാതിരിക്കുക, ആകാശനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം, സമാധാനപ്പെട്ടിരിക്കുക, ഇവിടെ ഞാൻ അതിൻ്റെ പേരിലൊരു പ്രശ്നവും വേണ്ട, ആകാശനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ധർമ്മം വിളിച്ചുകൊണ്ട് പോവാട്ടോ നമ്മുടെ ആകാശനെ. ഇതെന്നത് എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്